ഇല്ല, നല്ല പടമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു ഫ്രഷ് മൂവിയാണ്. ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് ദഹിക്കുമെന്ന് അറിയത്തില്ല. കാരണം എങ്ങനെയാണ് ആ മൂവി കാരണം മോക്യുമെന്ററി സെറ്റിലാണ് വന്നേക്കണം. മൊത്തം ഒരു പിന്നെ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ്, VFX കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. വലിയ ഓവർ ആയിട്ടില്ലാതെ. പിന്നെ കോമഡിയാണ്, ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്. ഞാൻ അങ്ങനെ ഒരു കോമഡി പടം, കോമഡി സൈഫൈ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടില്ല നമ്മൾ. ഭയങ്കര രസമാണ്, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളതാണ്. തിയേറ്റർ വാശല്ലെങ്കിൽ, പക്ഷേ തിയേറ്റർ ഭയങ്കര രസമാണ്. കോമഡി കാര്യങ്ങളെല്ലാം ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കാണുന്നതോടെ. എയും കാര്യങ്ങളും ഫ്യൂച്ചർ ആയിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത്. രസമുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. ആദ്യത്തെയാണ് അതുകൊണ്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇംഗ്ലീഷിലെ കുറെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ റെഡ് റൈൻ എന്ന് പറഞ്ഞ പണ്ട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നരേന്ദ്ര. പക്ഷെ അത് അത്ര ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു അത് കാണാനായിട്ടുള്ളത്. പക്ഷെ ഞാൻ പ്രിപ്പയർ ആയി, ഞാൻ കുറെ മോക്യുമെന്ററി കണ്ടു. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഗോകുലിന്റെ അഭിനയം എനിക്ക് ഭയങ്കരമായിട്ട് കോമഡി കൈകാര്യം ചെയ്യാൻ പുള്ളിക്ക് പ്രത്യേക രീതിയാണ്. അത് പഴയ അജു വർഗീസിനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ അജു വർഗീസ്, പഴയ ഗോകുൽ ഭയങ്കര കോമഡി ഒക്കെ നമ്മൾ ഇരുന്ന് ചിരിക്കും. ഔട്ട് ആൻഡ് ഔട്ട് ഞാൻ കുറെ ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ കഴിഞ്ഞിട്ട് ഞാൻ ചിരിച്ച ഒരു മൂവി ഇതാ. ഭയങ്കര സൈഫൈ മൂവിൽ ചിരിച്ചൊരു മൂവി ഇതാ. അതുകൊണ്ട് തന്നെ രസമുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. കണ്ടുപിടുത്തത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയമാണ്. നല്ല കോമഡി സെൻസ് ചെയ്തേക്കാം. വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ. എന്തായാലും ഞാൻ ഈ പടം ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്, നല്ല കുഴപ്പമില്ല. ഒരു വ്യത്യസ്ത കോമഡി അങ്ങനത്തെ ഒരു പടമല്ല, ഒരു സൈക്കോ മൂവി. കുഴപ്പമില്ല, അത്യാവശ്യം ഇഷ്ടപ്പെടുന്നതാണ്. ഇനിയിപ്പോ പടത്തില് നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കെന്ന് വെച്ചാൽ ഇതിന്റെ മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശങ്കർ ശർമ്മ വെറുതെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷ്വലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ശങ്കർ ശർമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇത്രയും വരെ എത്തൂല, മനസ്സിലായി. കാരണം ഞാൻ ചെയ്തേക്കുന്നത് പകുതി വരെ ആയിട്ടുള്ളൂ. ഞാനും ചന്തുവും കൂടി ഇരുന്നേക്കുന്നതിനെ അതിനെ വേറൊരു ലെവലിലോട്ടാണ് ശങ്കർ ശർമ്മ എത്തിക്കുന്നത്. ശങ്കർ ശർമ്മ മ്യൂസിക് ഒന്നും പറയാനില്ല. അല്ല, ഇത് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്ന ഒരു മോക്യുമെന്ററി എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെന്ററിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി. സോ ഒരു ഡോക്യുമെന്ററി ഫീൽ ഉണ്ടാവണം, എന്നാൽ ഒരു സിനിമയിലോട്ട് നമ്മൾ രണ്ടും കൂടെ എത്തിക്കുകയായിരുന്നു ഈ പടത്തിൽ. ഏതായിരുന്നു? ചന്തു ഇസ് എ ബ്രില്യന്റ് പേഴ്സൺ. ചന്തുവിനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇത്രയും സിനിമ നോളജും ഇത്രയും ലോകപരമുള്ള വേറെ ആളെ ഞാൻ കണ്ടില്ല. ആൻഡ് ഓൾസോ നല്ലൊരു മനുഷ്യനും കൂടിയാണ് അത്. പുള്ളി ഈ പടത്തിനെ വളരെ വ്യത്യസ്തമായിട്ടാണ് കണ്ടേക്കുന്നത്. പുള്ളിയുടെ മനസ്സിലുള്ള ഇനിയുള്ള ആശയങ്ങളൊക്കെ ഇതിലും വലുതാണ്. അപ്പം അതൊക്കെ ചെയ്യാനുള്ള പുള്ളിക്ക് ഉണ്ടാവട്ടെ, ചാൻസ് കിട്ടുന്നുള്ള പടം എല്ലാവരും കാണണം.